ഹലോ. എലീനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇനി എലിവിഷവും വേണ്ട, എലിക്കെണിയും വേണ്ട, ഇതൊന്നുമില്ലാതെ തന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ വെറുതെ കളയുന്ന ഈ ഒരു സാധനം വെച്ചിട്ട് എലീനെ കൊല്ലാം. എലീനെ മാത്രമല്ല, പല്ലി, പാറ്റ എന്നിവയൊക്കെ നമുക്ക് വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് കളയാൻ വേണ്ടിയിട്ട് പറ്റൂ കേട്ടോ. അതിന് വേണ്ടത് പുളിച്ച കഞ്ഞിവെള്ളമാണ്. തലേ ദിവസത്തെ പുളിച്ച നല്ല കൊഴുകൊഴുത്തിട്ടുള്ള കഞ്ഞിവെള്ളം എടുക്കുക. ഒരു 2 സ്പൂണ് കഞ്ഞിവെള്ളം എടുക്കുക. അതിൻ്റെ അകത്തേക്കായിട്ട് കുറച്ച് ഹാർപ്പിക്ക് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് ഈ ഒരു മരുന്ന് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ എലി പിന്നെ നമ്മുടെ വീട്ടിൻ്റെ അകത്തേക്കേ വരത്തില്ല. മാത്രമല്ല, എലിമാള ഉള്ള ഭാഗത്തൊക്കെ ഇത് വെച്ചു കൊടുത്താൽ മതി. പിന്നെ വീട്ടിൻ്റെ പറമ്പിൽ പോലും എലി കയറത്തില്ല കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ഹാർപ്പിക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമില്ലാത്ത പാത്രത്തിൽ മാത്രം ഇത് ചെയ്യുക. പ്രത്യേകിച്ചും സ്റ്റീലിൻ്റെ സ്പൂണോ സ്റ്റീലിൻ്റെ പാത്രമോ ഇതിനായിട്ട് ഉപയോഗിക്കാതിരിക്കുക കേട്ടോ. ഇപ്പം ഞാനൊരു ഐസ്ക്രീമിൻ്റെ സ്പൂണാണ് എടുത്തിട്ടുള്ളത്, ഒരു വുഡിൻ്റെ സ്പൂൺ കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ആവശ്യമായിട്ടുള്ളത് 1 സ്പൂൺ അളവിൽ കടലപ്പൊടിയാണ്. കടലപ്പൊടി തന്നെ എടുക്കണം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കടലപ്പൊടി കഞ്ഞിവെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു പാത്രത്തിൻ്റെ അകത്തേക്ക് കടലപ്പൊടി ഇടുന്നതായിരിക്കും കൂടുതലും നല്ലത്. അല്ലെങ്കിൽ ഇതേപോലെ കട്ട പിടിച്ച് കിടക്കാനുള്ള ഈ ഒരു വെള്ളത്തിൻ്റെ അകത്തേക്കായിട്ട് മിക്സ് ആയി കിട്ടാൻ കുറച്ച് പാടുണ്ടാവും കേട്ടോ. അപ്പം ഇതിലേക്ക് കടലപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇങ്ങനെ ഇട്ടതിനെ കൊണ്ട് തന്നെ കടലപ്പൊടി കട്ട പിടിച്ച് കിടക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1 സ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയാണ്, നമ്മുടെ അപ്പക്കാരം. അത് 1 സ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കുക. അത് മിക്സ് ചെയ്യുന്നതിനനുസരിച്ച് പതഞ്ഞ് പൊങ്ങി വരുന്നതായിരിക്കും. കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ അത് നല്ലപോലെ മിക്സായിട്ട് ആ പതഞ്ഞ് പൊങ്ങിയതൊക്കെ അങ്ങ് പോയിട്ട് കിട്ടും കേട്ടോ. ഇനി വേണ്ടത് നമ്മൾ തേങ്ങയൊക്കെ ചിരവിയിട്ട് കുറച്ച് തേങ്ങേൻ്റെ അംശമൊക്കെ ഉള്ളൊരു ചിരട്ടയാണ്. അങ്ങനെയുള്ളൊരു ചിരട്ട എടുക്കുക. അതിൻ്റെ അകത്തേക്കായിട്ട് ഈ ഒരു നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ വേണ്ടത് കുറച്ച് ശർക്കരയാണ്. ഈ ഒരു ശർക്കരേൻ്റെയും അതേപോലെ തന്നെ തേങ്ങേൻ്റെ കുറച്ച് ഇതൊക്കെ കാണുമ്പോൾ തന്നെ എലി അങ്ങ് വന്നോളും. എലി വന്നു കഴിഞ്ഞ് ഇതൊന്ന് പ്രാവശ്യം ഒന്ന് നക്കിയാൽ മതി. അപ്പം തന്നെ എലി ചത്തു പോകുന്നതാണ് കേട്ടോ. മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് എലിവിഷത്തിൻ്റെയോ എലിക്കണീൻ്റെയോ ഒന്നും ആവശ്യമില്ലാതെ തന്നെ എലീനെ കൊല്ലാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ. ഇത് കുടിച്ച് ഇതിൻ്റെ ഈ ഒരു പരിസരത്ത് തന്നെ എലി ചത്ത് കിടക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ വെച്ച് കൊടുക്കുന്നത് പഴയ പാത്രങ്ങളും അതേപോലെ കാർഡ്ബോർഡുകളൊക്കെ ഉള്ളൊരു ഭാഗത്താണ് കേട്ടോ. അവിടെ പ്രത്യേകിച്ച് എലീൻ്റെ ശല്യമൊന്നുമില്ല. പിന്നെ പാറ്റയും പല്ലീൻ്റെയും ശല്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ തന്നെ ഉള്ളൊരു ചിരട്ട എടുത്തിട്ടുണ്ട്. തേങ്ങയൊക്കെ കിച്ചൺ സ്ലാബിലൊക്കെ രാത്രിയൊക്കെ ഒന്ന് ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു തേങ്ങേൻ്റെ അകത്തേക്കൊക്കെ ഈ ഒരു പാറ്റയും പല്ലിയൊക്കെ വരാറുണ്ട്. അപ്പം തേങ്ങേൻ്റെ അകത്ത് ഞാനൊരു ചെറിയ കഷ്ണം പഞ്ഞി വെച്ചിട്ടുണ്ട്. ആ ഒരു പഞ്ഞീൻ്റെ അകത്തേക്കാണ് ഞാൻ ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഞാനിത് കിച്ചൺ സ്ലാബിൽ ഗ്യാസൊക്കെ ഉള്ള ആ ഒരു ഭാഗത്തായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പം ഇതൊന്ന് വന്ന് പല്ലിയോ അല്ലെങ്കിൽ പാറ്റയോ ഒന്ന് വന്ന് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ അവറ്റകളുടെ കാര്യത്തിലും ഒരു തീരുമാനമാകുന്നതാണ് കേട്ടോ. ഇതൊന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നമ്മുടെ വീട്ടിലുള്ള പാറ്റയും പല്ലിയും ഒക്കെ തന്നെ പോകുന്നതാണ്.